കായിക രംഗത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മെഡലുകൾ വാരിക്കൂട്ടുകയും പുരോഗതിയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഭരണകൂടം കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ കോർപ്പറേറ്റ് സേവ നടത്തുകയാണെന്ന് SFI ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസ് പറഞ്ഞു. SFI കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ പൊരുതുന്ന കരുത്തുറ്റ സംഘടനയായ SFIയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കുണ്ടറയിൽ ചെറുമൂട് ആവേശജനമായ തുടക്കം. അനക്ക പ്രകാശ് അമൽനാഥ് നഗറിൽ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു പതാക ഉയർത്തി. കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനം പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകർ ആലപിച്ചു. സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധത്തെ ഉൾപ്പെടെ അതിജീവിച്ചാണ് ക്യൂബ ഉൾപ്പെടെ കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ത്യയിൽ കായിക താരങ്ങളോടുള്ള മോഡി സർക്കാരിൻ്റെ മനോഭാവത്തിന് തെളിവാണ് സാക്ഷി മാലിക്. ലോകരാജ്യങ്ങളിൽ പുതുതലമുറയെ വിദ്യാലയങ്ങൾ ആകർഷിക്കുമ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ജാതിയും മതവും വളർത്താനുള്ള ഇടമാക്കി മോദി ഭരണം മാറ്റുന്നു. രാജ്യത്ത് 44% വിദ്യാലയങ്ങൾക്ക് മേൽക്കൂരയില്ല, വൈദ്യുതിയുമില്ല. എന്നാൽ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടുത്തെ സർക്കാർ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും SFI ജനറൽ സെക്രട്ടറി മയൂഖ് ബിശ്വാസ് പറഞ്ഞു. When we came here in Kerala, we got some oxygen because you see all over the country, the situation is such, government is not ready to spend enough money on education or health. Here we see when government schools are transformed into international schools, even the sons and daughters of the corporates or the executives, they are attending the public institutions, public sector institutions. And in other places, we saw the closure of the schools. There are almost 44 schools are without electricity. There are 34% of schools in our country, they don't have roof on their top. So this is the situation of our country. സ്വാഗത സംഘം ചെയർമാൻ SL സജികുമാർ, SFI മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J മേഴ്സിക്കുട്ടിയമ്മ, DYFI കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ, SFI ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണൻ, ആദർശം സജി, അഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.